ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്നേ ഒരു മത്തൻ, അതായത് കുറച്ച് മത്തൻ മതി കേട്ടോ. അത് വെച്ചിട്ട് വളരെ വേഗത്തിൽ അടിപൊളിയായിട്ടൊരു നാടൻ മത്തങ്ങ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ചോറിനൊപ്പം ഈ ഒരു കറി മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണേ. അപ്പം ഞാൻ വെറുതെ പറയില്ല, ഞാൻ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെയൊക്കെ പറയുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് മത്തങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് അരിഞ്ഞിട്ട് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മത്തങ്ങ എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അരപ്പിനാവശ്യത്തിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കെന്താ വേണ്ടത്, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ദാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു തവി വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഒരുപാട് നേരം ഇത് നമുക്ക് തിളപ്പിക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്കറിയാൻ പറ്റുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇതിലേക്കൊരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്, അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുകെല്ലാം സടപടേന്നൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ട് മൂപ്പിച്ച് അതിലൊന്ന് ഇടുമ്പോൾ അത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ അതിൽ കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 വറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, ഇത് നമ്മുടെ മത്തങ്ങ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ എന്തൊരു മണമാണെന്നറിയോ. ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂട് ചോറിൻ്റെ കൂടെയോ തണുത്ത ചോറിൻ്റെ കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ഒഴിച്ച് കഴിച്ച് നോക്കണം. വേറെ ഒരു കറി നിങ്ങൾക്ക് വേണ്ടി വരില്ല കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിത് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി മത്തങ്ങ കിട്ടുമ്പോൾ മസ്റ്റായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ.